നമ്മുടെ അധ്യക്ഷൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഞാൻ കുറേ കാലമായിട്ട് വളരെ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. തുടക്കത്തിൽ തന്നെ ഇവിടെ സ്വതന്ത്ര ചാനൽ തുടങ്ങാനുള്ള കാരണക്കാരൻ ഞാനാണെന്ന് പറഞ്ഞപ്പോൾ അത് ആരോപണമാണോ ഒരു കോംപ്ലിമെൻ്റ് ആണോ എന്ന്, പക്ഷേ അദ്ദേഹത്തിന് എന്നോടുള്ള സ്നേഹം കൊണ്ട് അതൊരു ആരോപണമല്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. എന്നാലും ഞാൻ അത് പറയാൻ കാരണം, ഇപ്പോൾ പലപ്പോഴും വേദികളിൽ എന്നെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു ചൊവ്വ വരുന്നുണ്ടോ എന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. എനിക്ക് തന്നെ അങ്ങനെ ഒരു ബോധ്യമുണ്ട്. അത് മാധ്യമങ്ങളുടെ ഒരു അനിവാര്യമായ ഒരു രീതിയാണ്. നമ്മൾ ഒരു നവോത്ഥാന ബോധത്തോടെ ഒരു സംരംഭം തുടങ്ങുന്നു, അത് കൈവിട്ടു പോകും, അതിനൊരു കോർപ്പറേറ്റ് സ്വഭാവം വരും. ആ കോർപ്പറേറ്റ് സ്വഭാവം വരുമ്പോൾ കോർപ്പറേറ്റിൻ്റെ ഇന്നെക്സറബിൾ ലോസ്, അതിൻ്റെ ഒരു ചട്ടമുണ്ട്, അതിൻ്റെ ഒരു രീതിയുണ്ട്. ആ രീതിയിൽ അനിവാര്യമായിട്ട് ഇത് മുന്നോട്ട് പോകുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മാധ്യമങ്ങളുടെ രാഷ്ട്രീയവൽക്കരണം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ മാധ്യമങ്ങൾ ഇടപെടുന്ന രീതി, അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പലർക്കും പല അഭിപ്രായം ഉണ്ടാവാം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, മാധ്യമങ്ങൾക്ക് ഉറച്ച രാഷ്ട്രീയം ഉണ്ടാകണം, പക്ഷെ അത് ഒളിച്ചു വയ്ക്കരുത്. ഒരു രാഷ്ട്രീയം ഉള്ളിൽ കരുതി വേറൊരു രീതിയിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങൾ ഒബ്ജക്റ്റീവാണ്, ഞങ്ങളെല്ലാം തുല്യമായി എല്ലാം ഭംഗിയായിട്ട് എല്ലാ കാര്യത്തിനും തുല്യ ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്നുള്ള രീതിയിൽ, അപ്പോൾ അതിനൊരു കപട സ്വഭാവം വരുന്നു എന്നുള്ളതാണ്. ഒരു മാധ്യമ പത്രത്തിലോ അല്ലെങ്കിൽ ചാനലിലൂടെയല്ല നമ്മൾ ലോകത്തെ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ കാര്യങ്ങൾ, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി, അതിൻ്റെ സിഗ്നിഫിക്കൻസിനെ പറ്റി, അത് നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളിൽ എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവും അതിനെപ്പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് പല മാധ്യമങ്ങളിൽ മാത്രമാണ്. പണ്ടൊക്കെ നമ്മൾ ഒരു പത്രം മാത്രമേ വായിക്കാറുള്ളൂ. ഇന്ന് പല പത്രങ്ങളും വായിക്കും, പല ചാനലുകളും കാണും. അവർക്കൊക്കെ വെവ്വേറെ വീക്ഷണങ്ങളുണ്ടാവും, വെവ്വേറെ രാഷ്ട്രീയമുണ്ടാകും. കോർപ്പറേറ്റ് മാധ്യമങ്ങൾക്കും വെവ്വേറെ രാഷ്ട്രീയങ്ങളുണ്ടാവും. അത് ചിലപ്പോൾ നിസ്സഹായരായതുകൊണ്ടായിരിക്കും, ഒരു ഭരണകൂടത്തിനെ എതിർക്കാനുള്ള കരുത്തില്ലാത്തതുകൊണ്ടുള്ള രാഷ്ട്രീയമായിരിക്കാം, അല്ലെങ്കിൽ ഒരു അവശതയുള്ള വരുന്ന ഒരു രാഷ്ട്രീയമായിരിക്കാം, അല്ലെങ്കിൽ ചില ഉറച്ച വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു രാഷ്ട്രീയമായിരിക്കാം. അപ്പോൾ രാഷ്ട്രീയമില്ലാത്ത മാധ്യമങ്ങൾ നമ്മൾ ഉണ്ടാവുമെന്നുള്ളൊരു പ്രത്യാശ എനിക്കില്ല. അത് ഉണ്ടാവണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം കൃത്യമായ രാഷ്ട്രീയം മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, പൊളിറ്റിക്കൽ ക്യാപിറ്റലിസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പാർട്ടീസിന് തന്നെ അവരുടെ മാധ്യമ പ്രവർത്തനമുണ്ട്. കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും അവരൊക്കെ അവരുടെ നിലപാടുകൾ DMK ആയാലും ADMK ആയാലും കൃത്യമായിട്ട് അവർ നൽകുന്നു. അത് ജനങ്ങൾ വായിക്കുന്നു, അതിൽ തെറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാധ്യമവും ഒരു കോർപ്പറേറ്റിൻ്റെ മാധ്യമവും വ്യത്യാസമുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടിയുടെ മാധ്യമത്തിന് ആ ഒരു ലെവലില്ല, അതൊരു നിലവ് കുറഞ്ഞൊരു മാധ്യമമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ അടുത്ത കാലത്ത് മാറ്റിയെടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. കാരണം കോർപ്പറേറ്റ് മാധ്യമങ്ങളും കൃത്യമായ രാഷ്ട്രീയം, കൃത്യമായ ഒരു എജൻഡ വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ പ്രത്യക്ഷമായി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അടുത്ത കാലത്ത്. അപ്പോൾ ആ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കണം. അത് ജനങ്ങൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ പോലെ മാധ്യമങ്ങൾ പറയുന്നതും എഴുതുന്നതൊക്കെയാണ് കേട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഇടത് പാർട്ടികൾക്കൊന്നും എവിടെയും ഭരിക്കാൻ പറ്റില്ല ഈ കാലത്ത്. കാരണം മിക്കവാറും മാധ്യമങ്ങൾ ഇടതിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവത്തോട്, ആ ഒരു ഐഡിയോളജിയുടെ എതിരാണ്. അതൊരു കോർപ്പറേറ്റിൻ്റെ ഒരു എതിർപ്പ് പോലുമാണ്. ഒരു ലെഫ്റ്റ് പാർട്ടീസിന് എതിരായിട്ടുള്ളൊരു സമീപനമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ മാത്രമല്ല, ലോകമൊട്ടാകെ. മാധ്യമങ്ങൾ ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിസ്ഗൈസ്ഡ് എജൻഡ സെറ്റിംഗ് മോഡ് എന്ന് പറയാം മാധ്യമങ്ങളുടെ.
അതിനുള്ള ഉദാഹരണം ഇന്നലെ ഞാൻ പ്രവർത്തിക്കുന്ന ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസത്തിൽ ബ്ലൂംബർഗ് എന്ന് പറയുന്ന ലോകത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ബിസിനസ് ആൻഡ് ഫിനാൻഷ്യൽ ജേർണലിസമാണ്, പക്ഷേ പൊളിറ്റിക്കൽ ജേർണലിസം ഉണ്ട്. ബ്ലൂംബർഗിൻ്റെ ഫൗണ്ടർ ആയ മാറ്റ് വിങ്ക്ലർ, അദ്ദേഹം വന്ന് നമ്മുടെ കോളേജിൽ ഒരു വിഷയത്തെപ്പറ്റി അവതരിപ്പിച്ചു. അതായത് ട്രംപിൻ്റെ അമേരിക്കൻ ഇക്കോണമി എങ്ങനെയായിരിക്കും എന്നതായിരുന്നു അതിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം എനിക്ക് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ലായിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത് അടുത്ത കാലത്ത് കഴിഞ്ഞ 50 കൊല്ലങ്ങളിൽ, ഇതിപ്പോൾ ഇന്നത്തെ ഹിന്ദുവിൽ അത് അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ ഉണ്ട്, അതിൻ്റെ റിപ്പോർട്ടുണ്ട്, ലോകം കണ്ട അല്ലെങ്കിൽ അമേരിക്ക കണ്ട ഏറ്റവും എന്ന് വെച്ചാൽ അവരുടെ ഇക്കോണമിക്ക് ഏറ്റവും സഹകരമായ അല്ലെങ്കിൽ വാട്ട് ബെനിഫിറ്റഡ് അമേരിക്കൻ ഇക്കോണമി മോസ്റ്റ് പ്രസിഡൻറ്റ് ജോ ബൈഡൻ ആയിരുന്നു. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ റിപ്പബ്ലിക്കൻ ആണെങ്കിലും ഡെമോക്രാറ്റ് ആണെങ്കിലും ബൈഡൻ ആണെങ്കിലും ട്രംപ് ആണെങ്കിലും ചെറിയ ഒരു വ്യത്യാസമൊക്കെ ഉള്ളൂ ഡിഗ്രീസിൽ. കാരണം ഫോറിൻ അഫയേഴ്സിൻ്റെ അവരുടെ സമീപനം ഏകദേശം എല്ലാം ഒന്നാണ്. പക്ഷേ അമേരിക്കൻ ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം 50 വർഷത്തിൽ ഹീസ് വൺ ഓഫ് ദ ബെസ്റ്റ് റെക്കോർഡഡ് റേറ്റഡ് പ്രസിഡൻസ് എന്നാണ്. അത് അവരുടെ ഇക്കണോമിക് ഇൻഡിസസ് വെച്ച് ഒരു 15 ഇൻഡിസസ് വെച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് കാണിച്ചു. അത് വെദർ ഇറ്റ്സ് GDP, വെദർ ഇറ്റ് ഇസ് അൺഎംപ്ലോയ്മെൻറ്റ്, വെദർ ഇറ്റ് ഇസ് വേജ് സ്ട്രക്ചർ, വെദർ ഇറ്റ് എന്നൊക്കെ പല ഒരു യാർഡ് സ്റ്റിക്സ് വെച്ചത് തെളിയിച്ചു. പക്ഷേ ഇതൊന്നും അവിടുത്തെ മാധ്യമങ്ങൾ, നമ്മൾ ഇവിടുത്തെ മാധ്യമങ്ങളെ പറ്റി എന്ന് വെച്ചാൽ അവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞല്ല, അതിനുപരി നമ്മൾ ലെഗസി മീഡിയ എന്ന് പറയും. അതായത് ഒരു പാരമ്പര്യമുള്ള മാധ്യമങ്ങൾ, ന്യൂയോർക്ക് ടൈംസ്, വാഷിങ്ടൺ പോസ്റ്റ്, വാൾ സ്ട്രീറ്റ് ജേർണൽ, ഗാർഡിയൻ, ഇതൊന്നും ഈ വലിയ മാധ്യമങ്ങൾ, ഗ്ലോബൽ മീഡിയ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ചാനൽസും CNN അല്ലെങ്കിൽ BBC ഒന്നും ചർച്ച ചെയ്തില്ല. ഇത് ജനങ്ങളിൽ ഇത് അവതരിപ്പിച്ചില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അവർ ബൈഡൻ്റെ കാര്യത്തിൽ ആകെ വന്നത് ഈ ഇലക്ഷൻ്റെ സമയത്ത് അദ്ദേഹത്തിന് സംസാരിക്കുമ്പോൾ വിക്കൽ വന്നു, അല്ലെങ്കിൽ നടക്കുമ്പോൾ വീഴാൻ പോയി. ഇത് വെച്ചിട്ടാണ് അവരുടെ പിന്നാലുള്ള ചർച്ചയും ന്യൂസ് അവറൊക്കെ അതിൻ്റെ ഒരു ഡിബേറ്റ് തന്നെ. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ഇഷ്യൂവിനെ മാറ്റി നിർത്തി ഒരു പേഴ്സണലൈസ്ഡ്, അതൊരു ട്രിവിയൽ ഒരു പൈങ്കിളി രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഈ വലിയ മാധ്യമങ്ങളെ പറ്റിയാണ് ഇദ്ദേഹം പറയുന്നത്. ഫൈനാൻഷ്യൽ ടൈംസ് ആണ് പിന്നെ അവസാനം, അതും ഇലക്ഷന് ശേഷം ജോ ബൈഡൻ ഇന്നതാണ് ചെയ്തത്. ഈ പറഞ്ഞ കാര്യങ്ങൾ 50 വർഷത്തിൽ ഇദ്ദേഹത്തിൻ്റെ റെക്കോർഡ് വേറെ ആരും തകർത്തിട്ടില്ല എന്ന് വരുന്നത്. ഇതിന് മുമ്പ് വരുമായിരുന്നെങ്കിൽ, ജനങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അറിവുണ്ടായിരുന്നെങ്കിൽ ഇലക്ഷൻ വേറൊരു രീതിയിൽ പോയിക്കൂടാ എന്നില്ലായിരുന്നു എന്നൊക്കെയാണ് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യത്തിൽ. അപ്പം ഇതാണ് മാധ്യമങ്ങളുടെ പ്രസക്തി. കാരണം മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അജണ്ട സെറ്റിംഗ്, ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷം, പ്രത്യേകിച്ചും ഇലക്ഷൻ കാലഘട്ടത്തിൽ ജനങ്ങൾ അതുമാത്രം കരുതിയല്ലായിരിക്കും വോട്ട് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ആംഗിൾ പ്രസൻറ്റ് ചെയ്യാതെ പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. അമേരിക്കയിൽ നമുക്കറിയാം മാധ്യമങ്ങളുടെ രീതി വേറെയാണ്. അവിടെ മാധ്യമങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, എന്തും വേണമെങ്കിൽ വിളിച്ച് പറയാം. ഇവിടുത്തെ പോലെ അങ്ങനെ ഒരു ക്രിമിനൽ ഡെഫമേഷൻ അതിനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ്. US ഭരണഘടനയുടെ ആദ്യത്തെ അമെൻമെൻറ്റ് തന്നെ കോൺഗ്രസ് ഷാൽ മേക്ക് നോ ലോസ് വിച്ച് അബ്രിഡ്ജ് ഫ്രീഡം ഓഫ് ദ പ്രസ് എന്നാണ് ആദ്യത്തെ അമെൻമെൻറ്റ്. പത്രസ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന ഒന്നും കോൺഗ്രസിന് ഒരു ലോ ആയിട്ട് തന്നെ ലെജിസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ സ്വാതന്ത്ര്യം ഇരിക്കെ തന്നെ അവിടുത്തെ മാധ്യമ പ്രവർത്തനത്തെ പറ്റി നോക്കുമ്പോൾ, ഞാനത് പറയാൻ കാരണം നമ്മളത് തന്നെ അനുകരിച്ച് വരികയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ എന്നാണ്. അതിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ ഇസ്രയേൽ ഗാസയെ പറ്റി എടുത്ത് നോക്കുക. തീർച്ചയായിട്ടും October 7 ശേഷം അവിടെ നടന്ന ഇസ്രയേൽ അവിടെ നടന്ന കൂട്ടക്കൊല എന്ന് വേണമെങ്കിൽ വർത്താം. അതിനുശേഷം ഒരു 40,000-45,000 പേര്, പ്രത്യേകിച്ച് കുട്ടികളും സ്ത്രീകളുമാണ് കൊല്ലപ്പെടുന്നത്, സിവിലിയൻസ്. ഇതിനെപ്പറ്റി അവിടുത്തെ മാധ്യമങ്ങൾ ചെറിയ രീതിയിൽ വിമർശിച്ചു, അതൊക്കെ ശരിയാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരു പ്രവണത നമ്മൾ കണ്ടത്, ഈ സയണിസം എന്ന് പറയുന്ന ഒരു ഇസ്രയേലി സ്റ്റേറ്റിൻ്റെ ഒരു പ്രത്യേക ഒരു ഐഡിയോളജി,
തിയോഡർ ഹെർസലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ. സയൻസ് എന്നൊരു സെക്ടർ കൊളോണിയൽ ഐഡൻറ്റിറ്റിയാണ്. ഒരു സ്ഥലത്ത് നമ്മൾ പോയി കീഴടക്കി അത് നമ്മുടെ രാജ്യമാക്കുക, അവിടെയുള്ളവരെയൊക്കെ പുറത്താക്കാൻ പറ്റും. സെറ്റിലർ കൊളോണിയൽ ഐഡിയോളജി. ആൻറ്റി സയണിസവും ആൻറ്റി സെമിറ്റിസവും കോൺഫ്ലേറ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ. ആൻറ്റി സയണിസം ഇസ് ഡിഫറെൻറ്റ് ഫ്രം ആൻറ്റി സെമിറ്റിസം. അപ്പോൾ ചുരുക്കത്തിൽ അവിടെ ആരെങ്കിലും സയണിസത്തിനെതിരെ നമ്മൾ സംസാരിച്ചാൽ അദ്ദേഹത്തിനെ അല്ലെങ്കിൽ ആ സംസാരിച്ച ആളെ പറ്റി അല്ലെങ്കിൽ ആ ഒരു വാർത്ത അല്ലെങ്കിൽ ആ ഒരു മാഗസീൻ അത് ആൻറ്റി സെമിറ്റിക് ആയിട്ട് ചിത്രീകരിക്കപ്പെടുക. ഇവിടെ അത് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് വളരെ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട്. ഇവിടെ ആൻറ്റി ഹിന്ദുത്വമായിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ആൻറ്റി ഹിന്ദുവായി കരുതപ്പെടും എന്നുള്ളതാണ്. അത് അടുത്ത കാലത്ത് രാം മാധവ് എന്ന് പറഞ്ഞ RSSൻ്റെ ഒരു ലീഡർ എടുത്ത് പറയുകയും ചെയ്തു. ആരും അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടൊന്നുമില്ല, അദ്ദേഹം തന്നെ എടുത്ത് പറയുക. ഈ ഒരു സംശയം പുള്ളിക്ക് അത് വന്നതുകൊണ്ട് ഹിന്ദുത്വയും ഹിന്ദുവിസവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഹിന്ദുത്വയെ വിമർശിച്ചാൽ ഇയാളെ ആൻറ്റി ഹിന്ദുവാണ്. ആൻറ്റി ഹിന്ദു ആയാൽ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് ആർ സീരിയസ്. ഇവിടെയുള്ള 85% ജനങ്ങൾക്കെതിരാണ് ഇദ്ദേഹം. ഈസ് ആൻറ്റി നാഷണൽ. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആൻറ്റി ഹിന്ദു ആയാൽ ആൻറ്റി നാഷണൽ ആകുന്നു. ഇത് മാധ്യമങ്ങൾ, ഒട്ടേറെ മാധ്യമങ്ങൾ ഇത് ഉൾക്കൊണ്ട് കഴിഞ്ഞു. ഈ ഒരു കോൺഫ്ലേഷൻ സബ് കോൺഷ്യസ് ആയിട്ട്. അപ്പോൾ അതൊരു പ്രത്യേക രാഷ്ട്രീയത്തിൻ്റെയോ ഒരു റിസൾട്ടല്ല. ഇത് ഒരു അജണ്ട സെറ്റ് ചെയ്യുന്ന ഒരു ഭരണകൂടത്തിൻ്റെ അജണ്ട സെറ്റിങ്ങിലേക്ക് നമ്മൾ വഴങ്ങിക്കൊടുക്കുക. അത് അറിവോടെ അല്ലെങ്കിൽ അറിയാതെ വഴങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത അവിടെ.